ഓം Bluetooth mode. ഓം ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. സംപൂജ്യ സ്വാമിജി നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ആലത്തൂര് മഞ്ഞപ്ര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നിന്ന് വന്നിരിക്കുകയെന്ന് സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥപാദർ. അദ്ദേഹത്തിന് ആദ്യം എന്റെ നമസ്കാരപൂർവമായിട്ടുള്ള സ്വാഗതം. അത് കഴിഞ്ഞ് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹപൂർവമായ നമസ്കാരം, സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇതിപ്പോ 11ാം വർഷമാണ്. ഈ കെട്ടിടം പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ ഓരോ വർഷവും ഓണം പ്രമാണിച്ച് നമ്മുടെ സമീപദേശത്തുള്ളതായിട്ടുള്ള അർഹതയുള്ളതായിട്ടുള്ള പാവങ്ങൾക്ക് എല്ലാവരും ഓണം ആഘോഷിക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കുമായിട്ട് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയത്. ചെറിയ തോതിൽ ആരംഭിച്ചതാണ് ആദ്യത്തെ വർഷം. അത് ഓരോ വർഷവും ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നു. ഏരിയ കൂടി വരുന്നു. നമ്മൾ നമ്മുടെ ചെറുപ്പാടം, ചക്കിങ്കൽപ്പള്ള അവിടെയുള്ള ആളുകളെ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അത് പിന്നെ വികസിച്ച് കോഴിപ്പറമ്പും അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ പാലയങ്കാട്, പിന്നെ പലയിടത്തുനിന്നും കേട്ടറിഞ്ഞ് ആൾക്കാർ വരാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നവരായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈവൻ സർക്കാർ തരുന്നത് പോലും വെറുതെ തരുന്നത് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ പുറകെ ഓടിക്കൂടുന്ന സ്വഭാവം മനുഷ്യർക്ക് നല്ലതല്ല. നമ്മുടെ അധ്വാനശീലം കൊണ്ട്, സ്വയം ആർജിതമായിട്ടുള്ള വരുമാനം കൊണ്ട് ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃക. എന്നിട്ട് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. സനാതന ധർമ്മം അതാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും
നമ്മുടെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് കർത്തവ്യമാണ് നമുക്ക്. നമ്മുടെ ശാസ്ത്രങ്ങള്, വേദങ്ങള്, ഉപനിഷത്തുകള്, പുരാണങ്ങള്, ഇതിഹാസങ്ങൾ എല്ലാം അതാണ് പഠിപ്പിക്കുന്നത്. അത് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് അത് ജീവിതത്തിൽ അനുഷ്ഠിക്കാത്തത്. അപ്പോഴാണ് ചില ആളുകളുടെ കയ്യിൽ സമ്പത്ത് അടിഞ്ഞുകൂടുന്നു, ചില ആളുകൾ എന്നും ദരിദ്രരായി കഴിഞ്ഞുകൂടുന്നു. ഇത് ഒരിക്കലും ശോഭനീയമായിട്ടുള്ളൊരു അവസ്ഥയല്ല. ഉള്ളവർ ഇല്ലാത്തവർക്ക് പങ്കിട്ട് കൊടുക്കുന്ന ശീലം അതായിരുന്നു നമ്മുടെ പ്രാചീന സംസ്കാരം. അതിനാണ് നിയമങ്ങൾ വേദങ്ങളിലൊക്കെ വെച്ചത്. ശ്രദ്ധയാ ദേയം അശ്രദ്ധയാ അധേയം, ശ്രിയാ ദേയം പ്രിയാ ദേയം ധിയാ ദേയം സംവിധാ ദേയം എന്നൊക്കെ പണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാലത്ത് ഉപദേശിച്ചിരുന്നു. വളരെ മറ്റുള്ളവർക്ക് ശ്രദ്ധയോടെ, ഭക്തിയോടെ, കരുതലോടെ കൊടുക്കണം. കൊടുക്കുന്നവർക്കായിരിക്കണം ലജ്ജ വേണ്ടത്. ഞാൻ കൊടുക്കുന്നത് വാങ്ങിക്കുന്നവർക്ക് തൃപ്തികരമാകണം, സന്തോഷമാകണം, അവർക്ക് പ്രയോജനമുള്ളതാകണം എന്നുള്ളതായിട്ടുള്ള ചിന്തയോടുകൂടി വേണം കൊടുക്കുന്നവർ കൊടുക്കാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഒരുപാട് കഥകളുണ്ട്. മഹാരാജാക്കന്മാരുടെയും മറ്റുമൊക്കെ കഥകളുണ്ട്. എത്ര ഉദാത്തങ്ങളായ കഥകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കാത്തതിന്റെ കുഴപ്പമാണ് നമുക്ക് സ്വാർത്ഥത വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത്. സ്വന്തം കാര്യം മാത്രം, എനിക്ക് മാത്രം, എന്തെനിക്ക് കിട്ടും, എവിടെ പോയാലും എനിക്ക് എന്ത് കിട്ടും, ഈ ചിന്ത മാറി എവിടെ പോയാലും എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ കഴിയണം. ഈ ലോകത്തില് രണ്ടു തരം ആൾക്കാരാണ് ഉള്ളത്. എപ്പോഴും സ്വയം ഇങ്ങടെ എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന കൺസ്യൂമേഴ്സ്. മറ്റൊരു കൂട്ടരാണ് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന കോൺട്രിബ്യൂട്ടേഴ്സ്. ദാനം ചെയ്യുന്നവർ, സംഭാവന ചെയ്യുന്നവരായിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ്. ഇതിൽ കോൺട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം വളരെ ചുരുങ്ങി ചുരുങ്ങി വരുന്നു ഈ ലോകത്ത്. കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടി 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 വരുന്നു. അത് മാറണം. കോൺട്രിബ്യൂട്ടേഴ്സ് കൂടുകയും കൺസ്യൂമേഴ്സ് കുറയുകയും ചെയ്തു വരുമ്പോഴാണ് ഈ ലോകം ശോഭനമാവുക. അപ്പൊ ആ ഒരു സംസ്കാരം ഈ ഒരു ഓണക്കാലത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഓണം എന്താണ് ഓണമെന്ന് ഞാൻ നിങ്ങളെ മിനിഞ്ഞാന്ന് വന്നപ്പോ സൂചിപ്പിച്ചു. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് അതിനെ വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈശ്വരൻ, ജഗതീശ്വരൻ, ആ ഈശ്വരൻ ഈ ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ഒരു അവതാരമെടുത്ത ദിവസമാണ് ഓണം. മഹാബലി എന്ന അസുര ചക്രവർത്തി തന്റെ അറിവില്ലായ്മ കൊണ്ട് താനാണ് ലോകത്തിന്റെ ഈശ്വരൻ എന്ന് കരുതി ലോകത്തെ മുഴുവൻ അടക്കി വാണിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ആ തെറ്റിദ്ധാരണ നീക്കിക്കൊടുക്കുകയാണ് ഭഗവാൻ വാമനനായി വന്ന് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. വിശ്വരൂപം എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന തന്റെ ആ വൈഭവം. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവനാണ് വിഷ്ണു. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു. ആ വിഷ്ണുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ആ വിഷ്ണുവാണ് ഈ ലോകത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഷ്ണുവിന്റെ അനുമതി കൂടാതെയാണ് ഇന്ദ്രനെ പദവിയിൽ നിന്ന് മാറ്റി, വിഷ്ണു അപ്പോയിന്റ് ചെയ്ത ഗവർണറായ ഇന്ദ്രനെ മാറ്റി ആ സ്ഥാനത്ത് മഹാബലി സ്വയം പിടിച്ചടക്കിയത്. അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്താ പറയുക, മഹാബലിയുടെ കണ്ണ് തുറപ്പിക്കാനായിക്കൊണ്ടാണ് ആ വിശ്വരൂപ ദർശനം കൊടുത്തത്. അപ്പോ മഹാബലി ആ വിശ്വരൂപം കാണുന്നതിന് മുമ്പ് താനാണ് ഈശ്വരൻ എന്ന് കരുതിയിരുന്നു. വിശ്വരൂപം കണ്ടതോട് കൂടിയിട്ട് മഹാബലിയുടെ ഭാവമേ മാറി. ഈശ്വരൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ഈശ്വരന്റെ മുമ്പിൽ അദ്ദേഹം നമസ്കരിച്ച് താൻ വാക്കുകൊടുത്തിരുന്നു 3 അടി മണ്ണ് കൊടുക്കാമെന്ന്. അത് പാലിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. അപ്പോ തന്റെ ശിരസിൽ, അഹങ്കാരസ്ഥാനമായ ശിരസിൽ കാലുവെച്ച് അനുഗ്രഹിച്ച് എന്നെ വാക്കിനെ സത്യമാക്കണേ എന്ന് മഹാബലി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ഭഗവാൻ കാലുവെച്ചതായിട്ട് ഒരു പുരാണത്തിലും, നമ്മുടെ ഒറിജിനൽ പുരാണങ്ങളിൽ ഒന്നിലും പറഞ്ഞിട്ടില്ല. ഭഗവാൻ മഹാബലിയുടെ തലയിൽ ഇന്ന് വരെയും കാലുവെച്ചിട്ടില്ല. അത് കഥ ഉണ്ടാക്കിയതാണ്, കേരളത്തിലുണ്ടായ കഥയാണ്. കേരളത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിട്ട് എവിടെ പോയാലും ഈ കാലെടുത്ത് വെച്ചിരിക്കുന്ന വാമനന്റെ ചിത്രം കാണാൻ കഴിയില്ല. ഇത് കിണറ്റിൽ കിടക്കുന്ന തവളകൾക്ക് അതാണ് പരമമായിട്ടുള്ള പ്രമാണം. വേറെ എവിടെ ചെന്നാലും ഉലകളന്ത പെരുമാൾ എന്ന് പറഞ്ഞ് ഭഗവാന്റെ രൂപം കാണാം. തന്റെ ത്രിവിക്രമ രൂപം കാണിച്ചുകൊണ്ട് താഴെ ഒരു കാല് മുകളില് ആകാശത്തേക്ക് ഉയർത്തിയതായിട്ടുള്ള ഒരു കാലുമായിട്ട് അതിന്റെ താഴെ നമസ്കരിച്ചിരിക്കുന്ന മഹാബലിയെ കാണാം. ഒരിക്കലും മഹാബലിയുടെ തലയിൽ ഭഗവാൻ കാല് വെച്ചിട്ടില്ല.
അതുപോലെ മഹാബലി കേരളം കണ്ടിട്ടുമില്ല, വാണിട്ടുമില്ല. കേരളവുമായിട്ട് മഹാബലിക്ക് പുലബന്ധവുമില്ല. ഈ കഥകളൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ഒറിജിനൽ ഭാഗവതവും വിഷ്ണു പുരാണവും മഹാഭാരതവും രാമായണവും ഒക്കെ കേൾക്കണം. ഇതിലെല്ലാം ഈ വാമന കഥയുണ്ട്, മഹാബലിയുടെ കഥയുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കേട്ട് പഠിക്കാനുള്ളതായിട്ടുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ വരുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഉള്ളില് സത്യം അറിയാനുള്ളതായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ആ ശ്രദ്ധ വർദ്ധിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ നാട്ടിലുള്ള എല്ലാവരെയും ഞാൻ വിളിച്ചു വരുത്താം. എല്ലാവരും കൂടി വന്നു കൂടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ കഥകളൊക്കെ ചർച്ച ചെയ്യാം, വിശദമായി ചർച്ച ചെയ്യാം. നിങ്ങളൊക്കെ വരാൻ തയ്യാറാണോ? എല്ലാരും വരാൻ തയ്യാറാണോ? അപ്പൊ നമുക്ക് നോക്കാം എത്ര ആളുകൾ വരുന്നുണ്ട് എന്ന്. അടുത്ത ഓണക്കിറ്റ് ഇവിടെ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നാക്കും. പിന്നെ ഇവിടെ കഥകൾ കേൾക്കാൻ വരുന്നവർക്ക്, നമ്മുടെ ധർമ്മം അറിയാൻ വരുന്നവർക്ക് വേണ്ടി മാത്രമേ അടുത്ത ഓണക്കിറ്റ് ഉള്ളൂ എന്ന് ഞാൻ നിശ്ചയിക്കും. അപ്പൊ അതിന് അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ തുടങ്ങും. മാസത്തിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി വെക്കും. അപ്പൊ വന്നാൽ 10-12 മാസം ഉണ്ടെങ്കിൽ ഓരോ ക്ലാസ്സിലും വരുന്നവർക്ക് അറ്റൻഡൻസ് അനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ. ഉറപ്പാക്കട്ടെ? എല്ലാവർക്കും സമ്മതമല്ലേ? അപ്പൊ നിങ്ങൾക്കെല്ലാം ഈ കാര്യങ്ങളൊക്കെ അറിയണം. വെറുതെ ഹിന്ദുക്കള് എന്ന് പറഞ്ഞ് ആഹാരം, ഉറങ്ങുക, കുട്ടികളെ ഉണ്ടാക്കുക, സുരക്ഷിതത്വം നോക്കുക, ഈ 4 കാര്യങ്ങൾ മൃഗങ്ങളുടെ സ്വഭാവമാണ്. ഇത് വെറും മൃഗങ്ങളുടെ രീതിയാണ്. ആഹാര, നിദ്ര, ഭയമൈഥുനം ച സാമാന്യമേത പശുഭിർ നരാണാം എന്ന് പറയും മഹാഭാരതത്തില്. ഇത് പശുക്കൾ അഥവാ മൃഗങ്ങളുടെ സ്വഭാവമാണ്, സാമാന്യം. ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ എന്താ വിളിക്കുക? പശുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾ എന്ന് തന്നെയാ. ജന്തുക്കൾ അല്ലേ? നമ്മൾ ജന്തുക്കളായിരുന്നാ മതിയോ? നമ്മൾ എപ്പോഴാ മനുഷ്യരാവുന്നത്? നമ്മുടെ മനനശീലം ഉപയോഗിക്കുമ്പോ. മനിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, അറിയുക, വിചാരം ചെയ്യുക എന്നൊക്കെയാണ്. അപ്പൊ ആ സത്യാന്വേഷണം ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഉണ്ടാകുമ്പോഴേ നമ്മളൊക്കെ മനുഷ്യരാവുള്ളൂ. ആ ഒരു സ്വഭാവം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ, നിങ്ങളുടെ വരും തലമുറകൾക്കൊക്കെ ഉണ്ടാവട്ടെ. നമ്മുടെ കുട്ടികളെ ലഹരികൾക്കൊക്കെ അടിമപ്പെട്ട് തോന്നിയവാസികളായി, അച്ചടക്കമില്ലാതെ അച്ഛനും അമ്മയും തല്ലുന്നവരായി, അല്ലേ? എന്തെല്ലാം കുടുംബ ശൈഥില്യങ്ങളാണ് നമ്മുടെ ഇടയിലുള്ളത്. അതെല്ലാം മാറി നല്ല കുടുംബങ്ങൾ ഉണ്ടാവാനായിട്ട്, നല്ല സംസ്കാരമുള്ളവരാവാനായിക്കൊണ്ട് നമ്മുടെ ധർമ്മത്തെ കുറിച്ച് നമ്മൾ അറിവുള്ളവരാവണം. അപ്പോ അതിലേക്കായിക്കൊണ്ട് എല്ലാവരെയും ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാലുകളിൽ വീണുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളൊക്കെ നല്ല മനുഷ്യരാവാനായിക്കൊണ്ടുള്ള അറിവ് നേടൂ. അറിവ് നേടി ശക്തരാവൂ. ശ്രീനാരായണ ഗുരുദേവനും അത് തന്നെയാ പറഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. ആ നാരായണ ഗുരുദേവന്റെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് ജാതി മത ഭേദങ്ങളെല്ലാം വെടിയാം. നമുക്ക് ഭേദമില്ല, മനുഷ്യരേ ഉള്ളൂ, മനുഷ്യജാതിയേ ഉള്ളൂ. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കാഴ്ച ഉണ്ടാവണമെങ്കിൽ ഈ അറിവുണ്ടാവണം. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ഈ അറിവുണ്ടാവണം. ജാതിയൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. ഓരോരോ കുലത്തൊഴിൽ ചെയ്തവർക്ക് വിളിച്ച പേരുകളാണ് ഓരോ ജാതികൾ. ഇപ്പൊ ആ കുലത്തൊഴിലുകളൊക്കെ പോയില്ലേ? ഇപ്പൊ എല്ലാവർക്കും എല്ലാ തൊഴിലും ചെയ്യാം. അതുകൊണ്ട് ഇപ്പൊ ഉള്ളത്, ആകെയുള്ളത് മനുഷ്യജാതിയേ ഉള്ളൂ. ആ ഒരു അഭിമാനം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവട്ടെ. നമ്മൾ തമ്മിൽ സവർണര്, അവർണര്, അല്ലെങ്കിൽ ഇന്ന ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ പോകട്ടെ. ഓണത്തിന് എല്ലാവർക്കും ആ ഈശ്വരനാണ് ഈ വിശ്വം എന്ന് കാണിച്ചു കൊടുത്ത ദിവസമാണ് ഓണം. വിശ്വരൂപ ദർശനം കൊടുത്ത ദിവസമാണ് ഓണം. അപ്പൊ ആ വിശ്വരൂപ ദർശനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീതാഹ മാ ഗൃതഃ കസ്യസിദ്ധനം. ഈ മന്ത്രം, വേദമന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് മഹാബലിയുടെ കഥ, ഭഗവാൻ വാമനാവതാര കഥ. അത് മനസ്സിലാക്കണമെങ്കിൽ വൃത്തിയായിട്ട് ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കണം. അത് കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാണ്. അതിപ്പോ ചെയ്യുന്നില്ല. ഞാന് നിങ്ങളെ ഒന്ന് അതിലേക്ക് ശ്രദ്ധ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഇവിടെ സമൃദ്ധമായിട്ട് ടോക്കൺ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും ഇവിടെ സാധനങ്ങളുണ്ട്. ആരും പരിഭ്രമിക്കേണ്ടതില്ല. ടോക്കൺ ഇല്ലാത്തവര് തൽക്കാലം പിന്തിരിഞ്ഞു പോകേണ്ടതാണ്. കാരണം നമ്മൾ ടോക്കൺ കണക്കാക്കിയിട്ടാണ് ഇവിടെ സാധനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആരും പുതിയതായിട്ട് ആരും വരേണ്ടതില്ല. നമ്മൾ മുൻകൂട്ടി തന്നെ നോട്ടീസൊക്കെ കൊടുത്ത് മിനിഞ്ഞാന്ന് എല്ലാവർക്കും ടോക്കൺ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടോക്കൺ ഇല്ലാത്തവരും വളരെ വിദൂരത്തുനിന്ന് വന്നിട്ടുള്ളവരുമായിട്ടുള്ളവരൊന്നും ഇതിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി പറയുകയാണ്.
250ഓളം ആളുകൾക്കാണ് നമ്മൾ ഈ അത്രയും കുടുംബങ്ങൾക്ക്, ഓരോ കുടുംബത്തിലും 3, 4, 6 അംഗങ്ങളുള്ള കുടുംബങ്ങൾ നമ്മളിവിടെ എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും സന്തോഷം, അത്രയും ആളുകളിലേക്ക് നമുക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇതെല്ലാം ഇവിടെയുള്ളവര് വിതരണം ചെയ്യുന്നതായിരിക്കും. അച്ചടക്കത്തോടുകൂടി ഓരോരുത്തരും ഒരായിട്ട് വന്ന് ആദ്യം ടോക്കൺ കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് വരിയായി വാങ്ങിച്ചു വരിക. അപ്പോ ഇന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിട്ടുള്ള സംഭവിച്ച സ്വാമിജി, അദ്ദേഹം എന്നെ പോലെ തന്നെ മഞ്ഞപ്ര എന്നുള്ള ദേശത്ത് ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആശ്രമം നടത്തുന്നുണ്ട്, ശ്രീരാമകൃഷ്ണ ആശ്രമം. അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ സ്വാമിജിയോട് എങ്ങനെയാണ് അടുപ്പം, ആശ്രമത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ അവര് മുമ്പിലുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ സ്വാമിജി പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് അതൊരു മാതൃകയാവട്ടെ. സ്വാമിജിയെ ക്ഷണിക്കേണ്ടത്. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എനിക്ക് നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വന്നൊരു ചിത്രം, വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ 2 ആശ്രമങ്ങൾ ചേർന്ന് ഒരു 35 വർഷത്തോളം കർക്കിടക മാസത്തില്, പഞ്ഞമാസമായിരുന്നുവല്ലോ, അന്ന് ഇതുപോലെ അരിയും തുണിയും ഒക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാൻ പോയ സമയത്ത് ഞാനും ധാരാളമായിട്ട് പോയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ സാധനമല്ല, സ്വാമിജിമാർ തരുന്നത് നമ്മൾ കൊടുക്കുന്നു, അത്ര മാത്രമായിട്ട്. അപ്പൊ ആ കൊടുക്കാൻ പോയ സമയത്ത് ഉണ്ടായ 1-2 അനുഭവങ്ങൾ പറയുകയാണ്. നിങ്ങളെ പോലെ വാങ്ങിക്കാൻ വന്ന ആളുകള് ഒരു തവണ അവിടെ അരി താഴെ പോയപ്പോ അതൊക്കെ ഇങ്ങനെ വാരി കൊണ്ടുപോകണുണ്ടോ. എന്നിട്ട് 1-2 അമ്മമാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതെന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. അവരിങ്ങനെ എല്ലാ വർഷവും വന്ന് വാങ്ങിക്കും. അത് സ്വാമിജിമാരുടെ ഒരു അനുഗ്രഹമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. നമ്മൾ മുത്തശ്ശിമാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് വിഷുവിന് കൈനീട്ടം വാങ്ങിക്കും, അല്ലേ? ചിലപ്പോൾ മക്കൾ തന്നെയായിരിക്കും അമ്മയുടെ കൊടുക്കുക. ഏത് ദുബായിൽ നിന്നോ ബോംബെയിൽ നിന്നൊക്കെ വന്ന മോൻ തന്നെയാണ് അമ്മയുടെ കൊടുക്കുക. എന്നിട്ട് ആ വിഷു ദിവസം അങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കും. അതൊരു അനുഗ്രഹമാണ്. അതുപോലെ ഇതൊരു അനുഗ്രഹമാണ്. അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് അതിലൊരു അമ്മ പറഞ്ഞതാണ്, അവർ എല്ലാ വർഷവും വാങ്ങിക്കാൻ വരും. പക്ഷെ അവർ ഓരോ വർഷവും 5-6 പേർക്ക് കൊടുക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കി അത് സ്വാമിജിയെ ഏൽപ്പിച്ചിട്ടാണ് വാങ്ങിക്കാൻ വരുന്നത്. പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? സ്വാമിജി അത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് കൊടുക്കണം എന്നൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. വാങ്ങണം എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാമിജിമാർക്ക് സന്തോഷമാണ്, അനുഗ്രഹമാണ്, വാങ്ങിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വാങ്ങിച്ചതുപോലെ കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളില് ഉണ്ടാവണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നൽ വരണം, ഭഗവാനെ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾക്കും കൊടുക്കാൻ പറ്റണേ. ഞങ്ങൾ വാങ്ങിക്കാനും വരാം, പക്ഷെ കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു അമ്മ ഒന്നിലധികം പേരങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സമ്പത്തൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വാങ്ങിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, സ്വാമിജി ഞങ്ങൾ 8-10 പേർക്ക് കൊടുക്കാനുള്ളത് അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്, എന്നാലും സ്വാമിജിമാരുടെ ഒരു അനുഗ്രഹം അല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാവണം, കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. പിന്നെ രണ്ടാമത് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം, നിങ്ങള് ആശ്രമത്തിൽ വന്ന് കളവ് പറയൂ. നരകത്തിപ്പ് ഉണ്ടാ ആശ്രമത്തിൽ വന്ന് കളവ് പറയാൻ പാടില്ല. ഓക്കെ, ചുമ്മാ പറഞ്ഞതാണ് നരകത്തിൽ പോകുന്നത്. ആശ്രമത്തിൽ വന്ന് കളവ് പറയാൻ പറ്റില്ല. നമ്മള് ഇവിടുത്തെ ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ കാണുന്ന സ്വാമിജിയുണ്ട്, കാണാത്ത ദൈവമുണ്ട്. ഈ അമ്പലത്തിലുള്ള പ്രത്യേകത എന്താ അറിയോ, കാണാത്ത ദൈവം, വിഗ്രഹം മാത്രമേ കാണുന്നുള്ളൂ, ദൈവത്തിന്റെ ശക്തി നമ്മൾ കാണുന്നില്ല. ആശ്രമത്തിൽ അങ്ങനെയല്ല, സംസാരിക്കുന്ന ഒരു ദൈവമാണ്. അതാണ് ഈ സ്വാമിജിമാര്. പിന്നെ സംസാരിക്കാത്ത വിഗ്രഹവും മറ്റു പൂജാ പരിപാടികൾ അവിടെയുണ്ട്. അപ്പൊ 2 ദൈവങ്ങളാണ് ആശ്രമത്തിലുള്ളത്. അപ്പൊ നമ്മള് എല്ലാവരും കൂടെ ഇപ്പൊ സ്വാമിജിയോട് അല്ലെങ്കിൽ സ്വാമിജിമാരോട്, ഞങ്ങൾ 2 സ്വാമിജിമാരും ഇവിടെ ഇരിക്കുന്ന സമയത്ത്, അതുപോലെ ഭക്തജനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ല പവിത്രമായ ഒരു സങ്കല്പം പറഞ്ഞു, എല്ലാ മാസവും വരണുണ്ടോ? പറഞ്ഞ വാക്ക് മാറ്റാൻ പാടില്ല. ഓക്കെ, എല്ലാ മാസവും. എന്നിട്ട് ഇതൊരു മഹോത്സവമായിട്ട് നമുക്ക് കൊടുക്കുന്നത് വാങ്ങിക്കുന്നത് തീർക്കേണ്ട ആവശ്യമില്ല. സമ്പത്ത് എത്ര വന്നാലും നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. പക്ഷേ ഇതൊരു മഹോത്സവമായിട്ട്
എല്ലാവരുടെ മുഖത്തും ഇപ്പൊ നോക്കുമ്പോ ഇത്തിരി സന്തോഷമൊക്കെ ഉണ്ട്, എന്നാലും കുറെ കൂടെ സന്തോഷം ഉണ്ടാവണം. നിറയെ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി വന്ന് വാങ്ങിക്കണം. നമുക്ക് അതിനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ തരട്ടെ. ആശ്രമവുമായിട്ട് നമ്മൾ എപ്പോഴും അടുത്ത് ഇടപെടുക. അപ്പൊ ഞാൻ ഇതിന് മുഴുവൻ നിൽക്കാതെ പോകുന്നതിന്റെ കാരണം എന്താ അറിയോ? ഇന്നൊരു 10-20 കുട്ടികൾ നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ടുണ്ടാവും, ലോക്കൽ കുട്ടികൾ. ഇന്നും നാളെയും മറ്റന്നാളും ഒരു 3 ദിവസം ആശ്രമത്തില് രാവിലെ വന്നിട്ട് വൈകിട്ടേ പോകുള്ളൂ. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഒരു പയ്യനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തിനാ വരുന്നത്? സ്വാമിജി ഇടയ്ക്ക് പറയണ്ടായി, നമ്മുടെ മക്കൾ വഴി തെറ്റാതെ പോകണം. ഇന്നലെ വളരെ കഷ്ടകാലമായിട്ട് ഞാൻ മഞ്ഞപ്പുറം ചെറിയുന്ന വരുന്നത്, അവിടുത്തെ സ്കൂളിലെ മാഷ്മാരിനെ തല്ലാനായിട്ട് പന്തലാമ്പടത്തുനിന്ന് 10-15 കിലോമീറ്ററുള്ള ദൂരത്തുള്ള പിള്ളേരൊക്കെ വന്ന് കൊട്ടേഷൻ ടീമിനെ പോലെ വന്ന് മാഷുമാർക്കിട്ട് തല്ലിയതാ കേൾക്കുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ തന്നെ വയ്യാത്തൊരു കാര്യമാണ്. നമ്മുടെ മക്കൾ ഇന്ന് അത്തരം ആളുകളുള്ള, അത്തരം കുട്ടികളുള്ള ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ അവർക്ക്, നമ്മുടെ മക്കൾക്ക് ഇതുപോലത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള മനോബലം ഉണ്ടാവണമെങ്കിൽ അതിന് ആശ്രമത്തിൽ വരുന്നത്. ഇവനെ പോലുള്ള, സത്യനെ പോലുള്ള കുട്ടികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെയൊക്കെ ക്വാളിറ്റി വരുന്നത് അവരൊരു ആശ്രമമായിട്ട്, ഒരു സ്വാമിജിയുമായിട്ട്, ഇത്തരത്തിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് ആ കുട്ടികളുടെ സ്വഭാവത്തിലും എല്ലായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്കും അതുപോലെ ഉണ്ടാവണമെങ്കിൽ നിങ്ങള് എല്ലാവരും കൂടെ വരിക. രാവിലെ വരിക. ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എല്ലാവരും കൂടെ വന്ന്, സ്വാമിജി ഉണ്ടാവും, ഞങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും റെഡിയാ, പറഞ്ഞു തരാൻ ഞങ്ങളൊക്കെ റെഡിയാ. നിങ്ങൾ എല്ലാവരും കൂടെ വരിക. എന്നിട്ട് ഈ 12 മാസം കഴിഞ്ഞ് അടുത്ത വർഷം ഇതുപോലെ ഓണമാകുമ്പോൾ ഒരു മഹോത്സവമായിട്ട് ഇതൊക്കെ തീരട്ടെ. ഈശ്വരാനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും അഭിവൃദ്ധി നമ്മുടെ മക്കൾക്കും നമുക്കും ഉണ്ടാവട്ടെ. നല്ല മാർഗത്തിൽ സഞ്ചരിക്കാൻ ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ ഈ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നതിൽ വലിയ സന്തോഷമാണ്. കാരണം അവൻ ആശ്രമത്തിലേക്ക് വരാനെങ്കിലും തോന്നിയല്ലോ, അങ്ങനെയൊരു സംസ്കാരം വന്നുവല്ലോ. ഇനി അത് നമ്മൾ പറയുക, ഇടയ്ക്ക് ഒന്ന് പോയിട്ട് ആശ്രമത്തിൽ ഒന്ന് പോയിട്ട് വന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് നിർബന്ധിക്കുക. അങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ വരും. ഇതൊരു പൂങ്കാവനമായിട്ട് മാറുകയും ചെയ്യും. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുക്കന്മാർ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോം ഹരിയോം ഹരിയോം. സ്വാമിജി അവിടുന്ന് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഓരോ ഐറ്റവും ആദ്യത്തെ ഒരാൾക്ക് കൊടുക്കുക, പിന്നാലെ ഞാനും ഉണ്ട്. അത് കഴിഞ്ഞ് വരിയായിട്ട് പിന്നെ മുറയ്ക്ക് നടന്നോളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടാവുക. അടുത്ത മാസം നമ്മൾ അറിയിക്കാം. വരണം എല്ലാവരും കേട്ടോ. നവരാത്രി കാലത്ത് ഇവിടെ പൂജയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു ദിവസം എല്ലാവരും പൂജയിൽ ഒന്ന് പങ്കെടുക്കുക. അതുപോലെ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുക. അവിടെ തുടങ്ങാം നമുക്ക്. പ്രോഗ്രാമൊന്നും നോക്കിക്കോളൂ. ഒരുപാട് പരിപാടികൾ പലർക്കും ഏറ്റെടുത്തില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം ഫിക്സ് ചെയ്തിട്ട് അദ്ദേഹം ഏറ്റെടുക്കും. നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ കുട്ടികൾ. നവരാത്രി ഓർമ്മ വെച്ചാൽ മതി. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ വേണ്ടവർ അന്വേഷിച്ചിരിക്കും അല്ലേ? അവസാനത്തെ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും കേട്ടോ. അഷ്ടമി, നവമി, ദശമി, വിജയദശമി സ്കൂളുകളില്ലാത്ത ദിവസങ്ങൾ. ആദ്യത്തെ ആള് വരൂ. നടക്കാൻ വയ്ക്കുവോ? വേറെ ആരെങ്കിലും സഹായിക്കണോ? അടുത്തത് നിങ്ങൾ കൊടുത്തു.
കൊടുക്കുമ്പോ ഓരോന്നേ കൊടുക്കാം കേട്ടോ. എക്സൈറ്റഡ് ആവണ്ടായി. ഇത് കണ്ടില്ല, ഞാൻ കൂടെ ഉണ്ടല്ലോ. എല്ലാ വർഷവും ഞാൻ തന്നെയല്ലേ കൊടുക്കും. ജീരകം, ആരും മിസ് ചെയ്തിട്ട് ഒന്നും സൂക്ഷിച്ചോളൂ. അദ്ദേഹം ഈ സ്ഥലത്തിന്റെ പഴയ ഉടമസ്ഥനാണ്, ഒറിജിനൽ ഉടമസ്ഥനാണ്. രാമകൃഷ്ണൻ. രണ്ടെണ്ണം കൊടുക്കും. ഒരു കായം, ഒരു നെയ്യ്, ഒരു പഴം. സന്തോഷം കേട്ടോ. എന്റെ ഫോണുണ്ടോ? നിൽക്കൂട്ടോ, ഇവിടെ രാഘവേട്ടൻ നിൽക്കും, നിൽക്ക്. അത് ഇതിലിങ്ങനെ വെക്കുക, അതിന് വഴി നോക്കും. അവിടെ മാഷ് പതുക്കെ പതുക്കെ വിട്ടാൽ മതി. ഇല്ലേ ബ്ലൂടൂത്ത് കൊടുത്താൽ
പൂരി കളഞ്ഞോളൂ നല്ല ബ്ലൂടൂത്ത് വർക്ക്. ഒരു അഞ്ചെണ്ണായ വെള്ളം പിന്നെ അടുത്ത അഞ്ചെണ്ണം മതി. ആള് വേണോ? ആള് വേണോ? അല്ല വേണ്ട ഒന്ന് മെല്ലെ ആയിട്ടൊന്ന് മെല്ലെ കേട്ടോ.
ഇത് തിരിയുന്നില്ലല്ലോ. കത്തിരി ഇവിടെ ഇവിടെ ओंकारेश्वर कैलासेश्वर अम्मा भजन
സങ്കടങ്ങളഖിലം പൊഴിഞ്ഞു ശിവശങ്കരൻ ജടയിൽ ധരിച്ചു ശിവഗംഗയാക്കിയ മഹേശ്വരൻ സങ്കടാക്ഷരമേൽക്കുവാൻ സമർപ്പണം സമർപ്പണം ശംഭോ ശംഭോ ഒന്ന് നിർത്തിയത് അവളുണ്ടേ ഞങ്ങൾക്കുണ്ടല്ലോ സാവധി അവിടെ ഉള്ളില്ല അവിടെ കൊടുത്താൽ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പറയണേ ടിപ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ എല്ലാം ഫില്ല് ചെയ്തു ഇതിനാ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുക ആളറിയാതിരിക്കണം ഇതുവരെ കണ്ടില്ലേ സ്വാമി പറഞ്ഞു കൊടുക്കണം ഇല്ലയോ ജടയുമുള്ളി വിലസുന്ന ഗംഗയും ഉയനെന്നു മഴ പോക്കണം സ്തബ്ധമാർന്നു ജടയുമുള്ളി വിലസുന്ന ഗംഗയും ഉയനെന്നു മഴ പോക്കണം യാത്രമായൊരു ഗിരികളും ചന്ദ്രശേഖരതടി കാണണം അന്തികേ മമ സദാശിവ യോഗനാസികയുമാത്രേ കരുതി യാത്രമായൊരു മനസ്സിലായതോ ചന്ദ്രശേഖരതടി കാണണം അന്തികേ മമ സദാശിവ ഫോട്ടോ എടുക്കണം എന്താ ഫോട്ടോ ആദദേശമതിദേവ
പുറത്ത് തീരുന്ന പെട്ടെന്ന് കഴിഞ്ഞു. ബില്ലി രാഘവേട്ടാ ഇനിയും വരുന്നുണ്ടല്ലോ. നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. എല്ലാം ബില്ലായില്ലേ? മോനെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല.